നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആസ് വെൽ ആസ് സൂൺ ആസ് മച്ച് ആസ് ഫാർ ആസ് ലോങ് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ നല്ലതുപോലെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. English Academy. Speak with us. ആദ്യം നമുക്ക് ആസ് വെൽ ആസിന്റെ ഉപയോഗം നോക്കാം. ആസ് വെൽ ആസിന്റെ ഒരു അർത്ഥം ലഭിക്കുക. അതുമാത്രമല്ല ഇതുമുണ്ട്. നമ്മളങ്ങനെ പൊതുവെ പറയാറില്ല. അതുമാത്രമല്ല ഇതുമുണ്ട്. ഒരു കാര്യത്തെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത്. ആസ് വെൽ ആസിന്റെ ഉദാഹരണ സഹിതം നോക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എനിക്കൊരു പെങ്ങൾ മാത്രമല്ല ഒരു സഹോദരനും കൂടി ഉണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ഹാവ് എ ബ്രദർ ആസ് വെൽ ആസ് എ സിസ്റ്റർ. എനിക്കൊരു സിസ്റ്റർ മാത്രമല്ല ഒരു ബ്രദറും കൂടി ഉണ്ട്. എനിക്ക് തുള്ളാൻ മാത്രമല്ല ഓടാനും സാധിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ക്യാൻ റൺ ആസ് വെൽ ആസ് ജംപ്. എനിക്ക് തുള്ളാൻ മാത്രമല്ല ഓടാനും പറ്റും. അവൾക്ക് ഡാൻസ് ചെയ്യാൻ മാത്രമല്ല പാടാനും കഴിയും എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ ക്യാൻ സിങ് ആസ് വെൽ ആസ് ഡാൻസ്. അവൾക്ക് ഡാൻസ് ചെയ്യാൻ മാത്രമല്ല പാടാനും സാധിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ ഇംഗ്ലീഷിൽ മാത്രമല്ല മാത്സിലും മിടുക്കനാണ് എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ആം ഗുഡ് അറ്റ് മാത്സ് ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷിൽ മാത്രമല്ല മാത്സിലും മിടുക്കനാണ്. നമ്മളിപ്പോൾ നോക്കിയത് ആസ് വെൽ ആസ് കണക്ട് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ്. അടുത്തത് നമുക്ക് വലിയ രീതിയിലുള്ള കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. എനിക്ക് ബർഗർ മാത്രമല്ല പിസയും കഴിക്കാൻ ഇഷ്ടമാണ് എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ലൈക്ക് ടു ഈറ്റ് പിസ ആസ് വെൽ ആസ് ബർഗർ. എനിക്ക് ബർഗർ മാത്രമല്ല പിസയും കഴിക്കാൻ ഇഷ്ടമാണ്. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് സ്പാനിഷ് മാത്രമല്ല ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയും എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് സ്പാനിഷ്. എനിക്ക് സ്പാനിഷ് മാത്രമല്ല ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയും. അടുത്ത ഉദാഹരണം നോക്കാം. എൻ്റെ അമ്മാവൻ ഒരു പാചകക്കാരൻ മാത്രമല്ല ഒരു ചിത്രകാരനുമാണ്. എങ്ങനെ പറയാൻ പറ്റും? മൈ അങ്കിൾ ഈസ് എ ഷെഫ് ആസ് വെൽ ആസ് പെയിന്റർ. എൻ്റെ അമ്മാവൻ ഒരു പാചകക്കാരൻ മാത്രമല്ല ഒരു ചിത്രകാരനുമാണ്. ആസ് വെൽ ആസിന് അതുമാത്രമല്ല ഇതും എന്നുള്ള ഒരു രീതിയിലുള്ള അർത്ഥമാണ് ലഭിക്കുക. കൂടാതെ എന്ന് പറയുന്നത് പോലെ എന്നുള്ള ഒരു അർത്ഥവും കൂടി എന്ന് പറയുന്നത് ആസ് വെൽ ആസിന് ലഭിക്കും. ആ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എന്നെ പോലെ ആർക്കും ബാസ്കറ്റ് ബോൾ കളിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയാൻ പറ്റും. നോബഡി ക്യാൻ പ്ലേ ബാസ്കറ്റ് ബോൾ ആസ് വെൽ ആസ് ഐ ക്യാൻ. എന്നെ പോലെ ആർക്കും ബാസ്കറ്റ് ബോൾ കളിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ന് പറയുന്നത് ആസ് വെൽ ആസിന് പോലെ എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ ലഭിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് എൻ്റെ കസിനെ പോലെ പിയാനോ വായിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ക്യാൻ പ്ലേ ദ പിയാനോ ആസ് വെൽ ആസ് മൈ കസിൻ. എനിക്ക് എൻ്റെ കസിനെ പോലെ പിയാനോ വായിക്കാൻ കഴിയില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അമ്മയെ പോലെ അച്ഛനും രുചികരമായ ഭക്ഷണം പാകം ചെയ്യാനാകും എന്നങ്ങനെ പറയാൻ പറ്റും. മൈ ഫാദർ ക്യാൻ കുക്ക് ഡിലീഷ്യസ് ഫുഡ് ആസ് വെൽ ആസ് മൈ മദർ. അമ്മയെ പോലെ അച്ഛനും രുചികരമായ ഭക്ഷണം പാചകം ചെയ്യാനാകും. ആസ് വെൽ ആസിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗങ്ങൾ മനസ്സിലാക്കുക. അടുത്ത് നമുക്ക് ആസ് സൂൺ ആസ് എന്നുള്ളതിന്റെ ഉപയോഗം നോക്കാം. ആസ് സൂൺ ആസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലുള്ള അർത്ഥമാണ് ലഭിക്കുക. അതിന്റെ ഉദാഹരണ സഹിതം നോക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉറക്കമുണർന്നയുടൻ ഞാൻ പല്ല് തേക്കാറുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും. ആസ് സൂൺ ആസ് ഐ വേക്ക് അപ്പ് ഐ ബ്രഷ് മൈ ടീത്ത്. ഉറക്കമുണർന്നയുടൻ ഞാൻ പല്ല് തേക്കാറുണ്ട് എന്ന് വെച്ചാൽ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ വളരെ പെട്ടെന്ന് എന്ന് പറയുന്നത് തേക്കാറുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. സംഗീതം കേൾക്കുമ്പോൾ തന്നെ ഞാൻ നൃത്തം ചെയ്യാറുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും. ആസ് സൂൺ ആസ് ഐ ഹിയർ മ്യൂസിക് ഐ സ്റ്റാർട്ട് ഡാൻസിങ്. സംഗീതം കേൾക്കുമ്പോൾ തന്നെ ഞാൻ നൃത്തം ചെയ്യാറുണ്ട്. ആ സംഗീതം കേൾക്കുമ്പോൾ തന്നെ ഉടനെ തന്നെ ഞാൻ നൃത്തം ചെയ്യാറുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നങ്ങനെ പറയാൻ പറ്റും. ആസ് സൂൺ ആസ് ദ ക്ലാസ് എൻഡ് വി ക്യാൻ ഗോ ഹോം. ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് വീട്ടിലേക്ക് പോകാം. അടുത്ത ഉദാഹരണം നോക്കാം. എത്രയും വേഗം എന്നെ തിരികെ വിളിക്കൂ എന്നങ്ങനെ പറയാൻ പറ്റും. പ്ലീസ് കോൾ മീ ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും വേഗം എന്നെ തിരികെ വിളിക്കും. അപ്പോൾ ആസ് സൂൺ ആസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നുള്ള ഒരു അർത്ഥമാണ് ലഭിക്കുക. പോസിബിൾ എന്ന് പറയുമ്പോൾ പരമാവധി വളരെ പെട്ടെന്ന് എന്നുള്ള ഒരു രീതിയിലുള്ള അർത്ഥം പോസിബിൾ ആണോ, നിങ്ങൾക്ക് പരമാവധി പറ്റുന്ന നേരത്തെ വിളിക്കൂ എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ദയവായി എനിക്ക് എത്രയും വേഗം ഒരു മറുപടി തരൂ എന്നങ്ങനെ പറയാൻ പറ്റും. പ്ലീസ് ഗീവ് മീ എ റീപ്ലൈ ആസ് സൂൺ ആസ് പോസിബിൾ. ദയവായി എനിക്ക് എത്രയും വേഗം ഒരു മറുപടി തരൂ. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് എത്രയും വേഗം പോകണം എന്നങ്ങനെ പറയാൻ പറ്റും.
ഐ നീഡ് ടു ലീവ് ആസ് സൂൺ ആസ് പോസിബിൾ. എനിക്ക് എത്രയും പെട്ടെന്ന് എന്ന് പറയുന്നത് പരമാവധി വേഗത്തിൽ എന്ന് പറയുന്നത് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. എത്രയും വേഗം പുസ്തകം കൊണ്ടുവരിക എന്നങ്ങനെ പറയാൻ പറ്റും. ബ്രിങ് മീ ദ ബുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും വേഗം എൻ്റെ ബുക്ക് കൊണ്ടുവരിക. ആസ് സൂൺ ആസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുക. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിയുന്നതിന് പരമാവധി വേഗത്തിൽ എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുക. അടുത്തതെന്ന് പറയുന്നത് ആസ് മച്ചാസ് എന്നുള്ളതിൻ്റെ രൂപങ്ങൾ നോക്കാം. ആസ് മച്ചാസിന്റെ അർത്ഥം വരിക കഴിയുന്നിടത്തോളം, എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം, അത്രത്തോളം എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള അർത്ഥമാണ് ആസ് മച്ചാസിന്റെ അർത്ഥം വരിക. ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അവർക്ക് കഴിയുന്നത്രത്തോളം യാത്ര ചെയ്യുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ദേ ട്രാവൽ ആസ് മച്ച് ആസ് പോസിബിൾ. അവർ കഴിയുന്നത്രത്തോളം യാത്ര ചെയ്യുന്നു. അവരെ കൊണ്ട് പറ്റുന്ന അത്രത്തോളം എന്ന് പറയുന്ന യാത്ര ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ഞങ്ങൾ കഴിയുന്നത്ര പണം സേവ് ചെയ്യുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. വി സേവ് മണി ആസ് മച്ച് ആസ് പോസിബിൾ. ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം എന്ന് പറയുന്നത് പണം സേവ് ചെയ്യുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് കഴിയുന്നത്ര മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വാണ്ട് ടു ഹെൽപ്പ് അതേഴ്സ് ആസ് മച്ച് ആസ് ഐ ക്യാൻ. എനിക്ക് കഴിയുന്നത്രയും മറ്റുള്ളവരെ ഞാൻ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ഞങ്ങൾ വീട് കഴിയുന്നത്രയും വൃത്തിയാക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. വി ക്ലീൻ ദ ഹൗസ് ആസ് മച്ച് ആസ് പോസിബിൾ. ഞങ്ങൾ വീട് കഴിയുന്നത്രയും എന്ന് പറയുന്നത് വൃത്തിയാക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നിനക്ക് എത്രത്തോളം വേണമെങ്കിലും കഴിക്കാം. നിന്നെക്കൊണ്ട് എത്രയാണോ പറ്റുന്നത് അത്രയും നിനക്ക് കഴിക്കാം എന്നാണ് പറയുന്നത്. യു ക്യാൻ ഈറ്റ് ആസ് മച്ച് ആസ് യു വാണ്ട്. നിനക്ക് എത്രത്തോളം വേണമെങ്കിലും കഴിക്കാം എന്നാണ്. അടുത്ത ഉദാഹരണം നോക്കാം. നീ എന്നെ വെറുക്കുന്ന അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ലവ് യു ആസ് മച്ച് ആസ് യു ഹെയ്റ്റ് മീ. നീ എന്നെ വെറുക്കുന്ന അത്രയും എന്ന് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് കഴിയുന്നത്ര ഞാൻ അവളെ സഹായിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. എന്നെ കൊണ്ട് പരമാവധി കഴിയുന്നത്രയും എന്ന് പറയുന്നത് ഞാൻ സഹായിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹെൽപ്പ് ഹെർ ആസ് മച്ച് ആസ് ഐ ക്യാൻ. എനിക്ക് കഴിയുന്നത്ര ഞാൻ അവളെ സഹായിക്കും. അടുത്തത് ആസ് ഫാർ ആസിന്റെ ഉപയോഗം നോക്കാം. ആസ് ഫാർ ആസ് ഉപയോഗിക്കുന്നത് നമ്മളൊരു കാര്യം അറിഞ്ഞെടുത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആസ് ഫാർ ആസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. എനിക്ക് അറിയാവുന്നിടത്തോളം അവൻ വിശ്വസ്തനാണ് എന്നങ്ങനെ പറയാൻ പറ്റും. ആസ് ഫാർ ആസ് ഐ നോ ഹി ഈസ് എ റിലയബിൾ. എനിക്കറിയാവുന്നിടത്തോളം അവൻ വിശ്വസ്തനാണ്. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് അറിയാവുന്നിടത്തോളം അവൻ നല്ല കുട്ടിയാണ് എന്നങ്ങനെ പറയാൻ പറ്റും. ആസ് ഫാർ ആസ് ഐ നോ ഹി ഈസ് എ ഗുഡ് ബോയ്. എനിക്ക് അറിയാവുന്നിടത്തോളം അവൻ നല്ല കുട്ടിയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്കറിയാവുന്നിടത്തോളം താങ്കൾ ഒരു ബുദ്ധിജീവിയാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. ആസ് ഫാർ ആസ് ഐ നോ യു ആർ ആൻ ഇന്റലിജന്റ്. എനിക്കറിയാവുന്നിടത്തോളം താങ്കൾ ഒരു ബുദ്ധിജീവിയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് അറിയാവുന്നിടത്തോളം അവനൊരു വിശ്വസ്ത സുഹൃത്താണെന്ന് അങ്ങനെ പറയാൻ പറ്റും. ആസ് ഫാർ ആസ് ഐ നോ ഹി ഈസ് എ ലോയൽ ഫ്രണ്ട്. എനിക്കറിയാവുന്നിടത്തോളം അവരൊരു വിശ്വസ്ത സുഹൃത്താണ്. അടുത്തത് അവസാനത്തെ ആസ് ലോങ് ആസിന്റെ ഉപയോഗം നോക്കാം. ആസ് ലോങ് ആസിന്റെ ഒരു അർത്ഥം ലഭിക്കുക ഇത്ര കാലത്തോളം, ഉള്ളിടത്തോളം കാലം, ഇങ്ങനെ പൊതുവെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ രീതിയിലുള്ള അർത്ഥമാണ് ലഭിക്കുക. ഇതിന്റെ കുറച്ച് ഉദാഹരണ സഹിതം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സുരക്ഷിതത്വം തോന്നുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ആസ് ലോങ് ആസ് യു ആർ ഹിയർ ഐ ഫീൽ സേഫ്. നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സുരക്ഷിതത്വം തോന്നുന്നു. ഇപ്പോൾ ആസ് ലോങ് ആസിന്റെ ഒരു ഉള്ളിടത്തോളം കാലം എന്നുള്ള ഒരു രീതിയിലുള്ള അർത്ഥമാണ് ലഭിക്കുക. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് കഴിയുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളെ സഹായിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വിൽ ഹെൽപ്പ് യു ആസ് ലോങ് ആസ് ഐ ക്യാൻ. എനിക്ക് കഴിയുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളെ സഹായിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കും എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വിൽ സപ്പോർട്ട് യു ആസ് ലോങ് ആസ് യു റിമൈൻ ഹോണസ്റ്റ്. നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കും. അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാം എന്നങ്ങനെ പറയാൻ പറ്റും. ആസ് ലോങ് ആസ് യു കീപ് യുവർ പ്രോമിസ് വി ക്യാൻ ട്രസ്റ്റ് യു. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാം. അടുത്ത ഉദാഹരണം നോക്കാം. നീ വാടക കൊടുക്കുന്നിടത്തോളം കാലം നിനക്ക് ഇവിടെ താമസിക്കാം എന്നങ്ങനെ പറയാൻ പറ്റും. ആസ് ലോങ് ആസ് യു പേ ദ റെന്റ് യു ക്യാൻ സ്റ്റേ ഹിയർ. നീ വാടക കൊടുക്കുന്നിടത്തോളം കാലം നിനക്ക് ഇവിടെ താമസിക്കാം. അവസാനത്തെ ഉദാഹരണം നോക്കാം. എൻ്റെ വീഡിയോകൾ കാണുന്നിടത്തോളം കാലം ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് തുടരും എന്നങ്ങനെ പറയാൻ പറ്റും. ആസ് ലോങ് ആസ് യു വാച്ച് മൈ വീഡിയോ
ഐ വിൽ കണ്ടിന്യൂ ടു മേക്ക് വീഡിയോസ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നിടത്തോളം കാലം ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് തുടരും. നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും സംസാരത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ സംസാരത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അവിടെ നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കുക തന്നെ ചെയ്യണം. അഥവാ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമേ ക്ലാസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ സംസാരിച്ച് പരിശീലിക്കാൻ സാധിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.